ഇന്നത്തെ വീഡിയോ വളരെ സങ്കടത്തോടു കൂടിയും എന്നാൽ നമ്മളെ ഭയങ്കരമായിട്ട് പ്രൗഡായിട്ടും എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. മോന് നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഷോർട്സ് ആയിട്ട് നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും അറിഞ്ഞാണോ. അപ്പോൾ അവന് പോവേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും നമ്മൾ ഹോസ്റ്റലിലേക്കുള്ള കുറച്ച് എസെൻഷ്യൽസും പിന്നെ നമ്മൾ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്, പാർട്ട് 1 ആയിട്ടാണ് ഇത് വരുന്നത്. ഒരു 3 മാസമായി കാണും ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അങ്ങനെ ഇനി കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ സ്റ്റാർട്ട് ചെയ്യാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സ്കൂളിൽ നിന്ന് നമ്മൾക്ക് കൊടുത്തു വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒരു ബാഗും പിന്നെ അതിൻ്റെ ലോക്കും കീയും പിന്നെ ഒരു ബക്കറ്റും മഗ്ഗും പേരെഴുതിയിട്ട് കൊടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കുളിക്കാനും അത് വാഷ് ചെയ്യാനൊക്കെ ഉള്ളത്. പിന്നെ മാസ്ക്, വാട്ടർ ബോട്ടിൽ, പിന്നെ വാഷിങ്ങിന് വേണ്ടിയുള്ള ബ്രഷ്, പിന്നെ കുറച്ച് ഹാങ്ങേഴ്സും പിന്നെ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്താൽ ഇടുന്ന ക്ലിപ്സും, അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു ബാത്റൂം ചപ്പൽ, ഒരു കൊട, കുറച്ച് പേനയും പെൻസിലും അവർക്ക് ആവശ്യമുള്ള, പിന്നെ ഒരു ടോർച്ചും കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളിനി എന്തായാലും പോയി നോക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കിയിട്ട് വാങ്ങിക്കാം. അങ്ങനെ രണ്ടുപേരും പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. രണ്ടുപേരും കാര്യമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, കാര്യമായിട്ട് ഇൻട്രോ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താന്ന് വെച്ചാൽ ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് പുറത്ത് ഭയങ്കര മഴ പെയ്യുന്നതുകൊണ്ടും ഫാൻ ഇട്ടുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് ഒട്ടും ക്ലിയർ അല്ല. അങ്ങനെ ആള് ഭയങ്കര സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. പോകുന്നതിൻ്റെ ആൾക്ക് അത്ര സങ്കടമൊന്നുമില്ല, പക്ഷെ എല്ലാം അങ്ങനെ അതിൻ്റെതായ രീതിയിൽ എടുക്കുന്ന ആളാണ്. അങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പാക്കിങ് തുടങ്ങുകയാണ്. ഇപ്പം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളതെല്ലാം ഞാൻ അപ്പുറത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെല്ലാം. വളരെ കുറച്ച് ഡ്രസ്സുകളെ അവർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളൂ. യൂണിഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ പോകണമെന്നേ അവരവിടെ ഇവരുടെ അളവിനനുസരിച്ചിട്ട് തയ്ച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ എടുക്കുന്നത് കുറച്ച് നോർമൽ ഡ്രസ്സും അവനിടാനുള്ള അവൻ്റെ കയ്യിലുള്ള കുറച്ച് നൈറ്റ് ഡ്രസ്സും പിന്നെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെക്കുന്നത്. ബെഡ്ഷീറ്റും അവർ പോകണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും നമ്മളൊരു ധൈര്യത്തിന് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അവന് 2-3 ടവൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ബാത്ത് ടവൽസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കുറേ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്ത് വെക്കലും കളിയും ചിരിയും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളെ പാക്കിങ്. ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട് അത് വെക്കണ്ട ഇത് വെക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവന് ഇഷ്ടമുള്ള കുറച്ചെണ്ണം ഉണ്ട്. അപ്പോൾ അതെന്തായാലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് മടക്കി വെക്കുന്നുണ്ട്. അത് എത്ര പഴയതാണെങ്കിലും അതവന് കൊണ്ടുപോകണം. അങ്ങനെ പഴയ അവന് ഇഷ്ടമുള്ള അങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ ഗൈസ്. പിറ്റേ ദിവസം മോർണിംഗ് ആയി, രണ്ടുപേരും നല്ല ഉറക്കമാണ്. അങ്ങനെ എഴുന്നേൽപ്പിച്ചു ഞാൻ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു റെഡിയായി വന്നു.
കനിയും മോനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ പുറപ്പെടുകയാണ്. ഇപ്പോഴൊന്നും ആൾക്കൊരു സങ്കടവും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് പോണത്. അങ്ങനെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. ബാഗൊക്കെ എടുത്തു പുറത്തേക്ക് ഇറങ്ങിയാണ്. കനി വളരെ ആക്റ്റീവായിട്ട് എല്ലാ ബാഗും എടുത്ത് പുറത്തോണ്ട് വെക്കുകയാണ്. അങ്ങനെ എൻ്റെ അനിയനാണ് വരുന്നത് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവൻ വന്നു, ബാഗൊക്കെ എടുത്ത് കാറിൽ വെക്കും. 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 8 ഒക്കെ ആയത്, ഒരു 7:45 8 ആവാറായി. അങ്ങനെ ബാഗെല്ലാം എടുത്ത് വെച്ച് ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഉമ്മാനെയും അവരൊക്കെ കൂട്ടിയിട്ട് വേണം നമുക്ക് യാത്ര തുടങ്ങാൻ. അങ്ങനെ ഞങ്ങൾ വീടിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീടെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വാച്ചിക്ക് പത്തിരിയും ബീഫൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പത്തിരിയും ബീഫൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു ഞാൻ വാരിക്കൊടുത്തതാണ്. നമ്മൾ സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. ബാക്കിയൊക്കെ നമ്മൾ സ്കൂളിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക,